ഓണക്കാല വിനോദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ഇനമാണ് ഓണത്തല്ല്. 2 ചേരിയിൽ നിന്നാണ് ഓണത്തല്ല് നടക്കുക. കൈപരത്തിയുള്ള അടിയും തടവും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ ചെയ്യരുത്. ഓണത്തല്ലിനെ കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. നാട്ടുരാജാവായിരുന്ന പല്ലശന കുറൂർ നമ്പിടിയെ ചതിച്ചു വന്നതിൽ പ്രതികാരം തീർക്കാനിറങ്ങിയ നാട്ടുകാരുടെ പക ഏറെക്കാലം സംഘർഷഭരിതമായി നിലനിന്നു അത്രേ. ഒടുവിൽ സാമൂതിരി ഇടപെട്ട് നഷ്ടപ്പെട്ട രാജാവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേട്ടയ്ക്കൊരു മകൻ വിഗ്രഹം നൽകിയെന്നാണ് വിശ്വാസം. ദേശവാസികൾ ശത്രുവിനെ പോർവിളിച്ചതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഓണത്തല്ല് നടക്കുന്നതെന്ന് ഐതിഹ്യം. പല്ലശനയിൽ തിരുവോണത്തിനും അവിട്ടത്തിനും തല്ല് നടക്കാറുണ്ട്. തിരുവോണത്തിന് തല്ലിമന്നത്തിൽ വിവിധ സമുദായത്തിന്റെയും അവിട്ടത്തിന് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നായർ സമുദായത്തിന്റെയുമാണ് ഓണത്തല്ല്. തിരുവോണനാളിൽ 7 കുടി സമുദായക്കാർ കളരിയിൽ നിന്നും 1 കുടി സമുദായം തല്ലിമന്നം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വരിനിരന്നാണ് തല്ലിനെത്തുന്നത്. 7 കുടിക്കാരാണ് അപ്പുറത്ത്, ഇത് 1 കുടിക്കാരാണ്. 1 കുടിക്കാർ കച്ച കെട്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അവിടെ പോയി തല്ലൊക്കെ അവസാനിക്കുമ്പോൾ അവർ 7 പ്രാവശ്യം ആർപ്പ് വിളിച്ച് എന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അവിട്ടത്തലിൽ കിഴക്ക് പടിഞ്ഞാറ് മുറിക്കാർ ഭസ്മക്കുറിയണിഞ്ഞ് പോർവിളിയും ആർപ്പുവിളിയുമായി വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിലെ പുണ്യാഹിതീർത്ഥം തെളിച്ചാൽ 3 വട്ടം നിരയോട്ടം നടക്കും. തുടർന്നാണ് അവിട്ടത്തല്ലിന് കളമൊരുങ്ങുക. തല്ല് എന്ന് പറഞ്ഞാൽ തടുത്ത് തല്ലും മറ്റു കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ 2 ആൾക്കാർ തണ്ടിക്ക് തണ്ടിയായിട്ടുള്ള 2 ആള്, ഒരാള് പുറം കാട്ടി നിൽക്കും, അദ്ദേഹത്തെ മറ്റേ ആള് പുറത്തടിക്കും, ഒരടി. തിരിച്ച് മറ്റേ ആളും അതേമാതിരി ഒരടി അദ്ദേഹത്തിന് അടിക്കും. AD 2000 ആണ്ടിൽ മാങ്കുടി മരുതന രചിച്ച മധുരൈ കാഞ്ചിയിൽ ഓണത്തല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. പണ്ട് ഓണത്തല്ല് നാട്ടിൻപുറങ്ങളിൽ പതിവ് കാഴ്ചയായിരുന്നുവെങ്കിൽ ഇന്നത് പാലക്കാട്ടെ പല്ലശനിയിലും മറ്റുമായി ചുരുങ്ങിയിരിക്കുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.